Let's dive into the fascinating world of physics with Dr. Sina G. Good morning, all. Welcome to lectures by Dr. S.G. In today's class, we are going to discuss about parallel plate capacitor. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കപ്പാസിറ്റർ എന്താണ്, എങ്ങനെയാണ് അത് ചാർജ് ചെയ്യുന്നത്, അതിന് എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് നോക്കിയത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. അതായത് അതിനകത്ത് രണ്ട് പ്ലേറ്റ്സ് കാണും ആൻഡ് ദീസ് പ്ലേറ്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d. Okay, and we know that when a capacitor is connected to a battery, one plate get positive charge and other plate get negative charge. അപ്പൊ അങ്ങനെ ചാർജ് ചെയ്ത ഈ ഒരു കപ്പാസിറ്ററിൽ പിന്നെ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുള്ള റെപ്രസെന്റേഷൻ ആണ് കേട്ടോ ഇത്. സോ ഈ കേസിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ 3 പോയിന്റ് എടുക്കാം. ആൻഡ് ദ ഫസ്റ്റ് പോയിന്റ് P1 വിച്ച് ഈസ് ലെഫ്റ്റ് ദ പോസിറ്റീവ് ചാർജ് പ്ലേറ്റ്. ഇത് പോസിറ്റീവ് ചാർജ് പ്ലേറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് P2 which is right to the negative charge plate, and third point P3 which is in between these two plates. അങ്ങനെ 3 പോയിന്റ് എടുക്കാണ്. We know that the electric field due to a positive charge plate is radially outward and that due to a negative charge plate is radially inward. അപ്പൊ നമ്മൾ എടുത്ത ഈ ഒരു P1 എന്ന് പറയുന്ന പോയിന്റിൽ ഈ പോസിറ്റീവ് ചാർജ് പ്ലേറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, നെഗറ്റീവ് ചാർജ് പ്ലേറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. സോ പോസിറ്റീവ് ചാർജ് പ്ലേറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇറ്റ് ഈസ് അവേ ഫ്രം ദ പ്ലേറ്റ്, സോ ഇറ്റ് ഈസ് ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ. അതേപോലെ നെഗറ്റീവ് ചാർജ് പ്ലേറ്റ് മൂലമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? ടുവേഴ്സ് ദ പ്ലേറ്റ്, ഇത് ഇങ്ങോട്ടായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ E1 എന്നും ഇതിനെ ഞാൻ E2 എന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ഇതാണ് പ്ലേറ്റ് 1ഉം പ്ലേറ്റ് 2. ഓക്കെ, സോ ഈക്വൽ ചാർജ് ആണ് സ്റ്റോർ ചെയ്യുന്ന രണ്ട് പ്ലേറ്റിലും. അതുകൊണ്ട് തന്നെ ദിസ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഇസ് 0. ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് എടുക്കാൻ ഇവിടെയും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ടുവേഴ്സ് ദ പ്ലേറ്റ്. ബട്ട് പോസിറ്റീവ് ചാർജുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടായിരിക്കും? അവേ ഫ്രം ദ പ്ലേറ്റ് ആയിരിക്കും. സോ ഹിയർ ഓൾസോ ദ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് and is equal to 0. ഇനി ആകെ നമുക്ക് ഈ ഒരു നടുക്കത്തെ പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കേസിൽ നിങ്ങൾ നോക്കിക്കോ, പോസിറ്റീവ് ചാർജുമുള്ള പ്ലേറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും, അതായത് E1 ഇങ്ങോട്ടായിരിക്കും. അതേപോലെ നെഗറ്റീവ് ചാർജ് പ്ലേറ്റുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെയായിരിക്കും? ഈ ഒരു സെയിം ഡയറക്ഷനിൽ തന്നെയായിരിക്കും. അപ്പൊ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഇതിൽ രണ്ടിന്റെയും സം ആയിട്ട് വരും ഇൻ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പൊ നമുക്കറിയാം ഒരു പാരലൽ പ്ലേറ്റിന്റെ കേസിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/2 ε0 ആയിരിക്കും. അപ്പൊ ഇവിടെ പ്ലസ് സിഗ്മയും ഇവിടെ മൈനസ് സിഗ്മയും ആണ്. അപ്പൊ ഞാൻ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ് കേട്ടോ, മൈനസ് സിഗ്മ. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് σ/2 ε0 ആയിരിക്കും. സോ ഇവിടെ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ സെയിം ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്ത് വരും? σ/2 ε0 പ്ലസ് σ/2 ε0 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? σ/ε0 എന്ന് വരും. അപ്പൊ ഇതാണ് നമ്മുടെ കപ്പാസിറ്ററിനകത്ത് സ്റ്റോർഡ് ആവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ, σ/ε0. Okay, and the direction of electric field is from the positive plate to the negative plate. സോ അങ്ങനെ സ്റ്റോർഡ് ആവുന്ന ഈ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഈ ഒരു എനർജീനെ നമുക്കൊരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററി സ്റ്റോർഡ് എനർജി എന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ദ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ വി നോ ദാറ്റ് C is equal to Q/V, and we also get the relation for the electric field between the plates as σ/ε0. So V is equal to E into D. D is the distance between the plates. So we get σ/d/ε0. Sigma is the surface charge density which is equal to Q/A. So on substituting this in equation, this is equation number 1, this is equation number 2. On substituting this in equation number 2, we get V is equal to സിഗ്മയ്ക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? Q/d/ε0A എന്ന് കൊടുക്കും. This is equation number 3. So നമുക്ക് V കിട്ടി. V നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. That is C is equal to Qd/ε0A. That is C is equal to ε0A by D. So this is the equation for the
capacitance of a parallel plate capacitor. So equation നമ്മളെടുത്ത കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്സിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ വാക്വമായിട്ട് അസ്യൂം ചെയ്തത് കൊണ്ടാണ് ഇവിടെ നമ്മൾ എപ്സിലോൺ 0 എന്ന് കൊടുത്തത്. എപ്സിലോൺ 0 ഇസ് എ പെർമിറ്റിവിറ്റി ഇൻ ഫ്രീ സ്പേസ്. സോ നമുക്ക് വേണമെങ്കിൽ സിക്ക് പകരം C0 എന്ന് വേണമെങ്കിലും കൊടുക്കാം. അതായത് കപ്പാസിറ്റൻസ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ 0 A by D. A is the area of the plate and D is the distance between the plates. ഇനി ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റിന്റെ ഇടയ്ക്കുള്ള സ്പേസിൽ ഒരു ഡയലക്ട്രിക് വെക്കുകയാണെങ്കിൽ എന്ത് ചേഞ്ച് ആയിരിക്കും വരിക? ഈ സിക്ക് പകരം C0ക്ക് പകരം സി എന്ന് എഴുതും, എപ്സിലോൺ 0 KA by D എന്ന് വരും. ദിസ് ഇസ് ദ ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് ദ മെറ്റീരിയൽ. ഓക്കെ, സോ ഈ രണ്ട് ഇക്വേഷൻ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് C/C0 ഡിവൈഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? K എന്ന് കിട്ടും. സോ നമുക്കൊരു പ്രോബ്ലം തന്നിട്ട് അതിനകത്ത് സിയും C0യും തന്നാൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കാണാൻ വേണ്ടി ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻ യൂസ് ചെയ്യണം. അപ്പൊ ഇത് ഓർത്തിരിക്കണം. ഇത് ചില സമയത്ത് CBSE ബോർഡ് എക്സാമിന് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി 2 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അത് മാത്രമല്ല, പ്രോബ്ലത്തിന് വേണ്ടി ഇത് പഠിച്ചിരിക്കണം. സോ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സാധാരണ ലാബിലൊക്കെ കാണുന്നത് മൈക്രോഫാരഡ് റേഞ്ചിലുള്ള കപ്പാസിറ്റേഴ്സ് ആണ്. എന്താ കാര്യം? 1 ഫാരഡുള്ള കപ്പാസിറ്റൻസ് എന്താ? ഇല്ലേ? അപ്പൊ ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഒന്ന് കുറച്ച് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. അതായത് നമ്മുടെ ഇക്വേഷൻ ആണ് C is equal to എപ്സിലോൺ 0 A by D. അപ്പൊ ഇവിടെ നമുക്ക് സിയുടെ സ്ഥാനത്ത് 1 ഫാരഡ് എന്ന് കൊടുക്കാം. എപ്സിലോൺ 0യുടെ വാല്യൂ നമുക്കറിയാം 8.854 × 10⁻12 ആണ്. പിന്നെ D നമുക്കൊന്ന് ലെറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഇസ് 1 സെന്റിമീറ്റർ. അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റിന്റെ ഏരിയ കാണാമെങ്കിൽ എത്ര കിട്ടും നോക്കി? 10⁻9 മീറ്റർ സ്ക്വയർ കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് വലിയ ഏരിയ ഉള്ള ഒരു കപ്പാസിറ്റർ ആണത്. അതായത് അതിന്റെ പ്ലേറ്റിന് 30 കിലോമീറ്റർ ലെങ്തും ഏകദേശം 30 കിലോമീറ്റർ ബ്രെഡ്ത്തും ഉണ്ടെങ്കിലാണ് ഈ ഒരു ഏരിയ കിട്ടുക. അപ്പൊ അത്രയും ഏരിയ ഉള്ള ഒരു കപ്പാസിറ്റർ നമുക്ക് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ലേ. അതുകൊണ്ടാണ് സാധാരണ പൈക്കോഫാരഡ് റേഞ്ചുള്ള കപ്പാസിറ്റൻസ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്നത്. സോ ഈ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട് ഈ കപ്പാസിറ്റൻസിനെ റിലേറ്റ് ചെയ്ത്. അതായത് യൂഷ്വലി പ്രോബ്ലംസ് ചോദിക്കുന്നതാണ്. പക്ഷെ ഇത് NCERT ടെക്സ്റ്റിൽ ഈ എല്ലാ ഇക്വേഷൻസും ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് കുറച്ച് അഡീഷൻസ് ആണ് കപ്പാസിറ്റൻസിന്റെ ടോപ്പിക്കിലേക്ക്. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് എഴുതിയെടുത്തേക്കണം കേട്ടോ. സോ കപ്പാസിറ്റൻസ് വിത്ത് എയർ ഓർ വാക്വം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, വി നോ ദാറ്റ് C is equal to എപ്സിലോൺ 0 A by D. And if we are placing a dielectric between the plates, then C is equal to എപ്സിലോൺ 0 KA by D. ഇനി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം തരികയാണ്. നിങ്ങളുടെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് ഇതാണ്. ആ പ്ലേറ്റിനിടയ്ക്ക് ഒരു T തിക്നെസ് ഉള്ള ഡയലക്ട്രിക് ആണ് വെക്കുന്നതെങ്കിൽ വാട്ട് വിൽ ബി ദ കപ്പാസിറ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ് കേട്ടോ. C is equal to എപ്സിലോൺ 0 A divided by D minus T plus T by K. ഇക്വേഷൻ ഓർത്തിരിക്കണം. where T is the thickness of the dielectric. ഓക്കെ, ഇക്വേഷൻ മൊത്തത്തിൽ അങ്ങോട്ട് ചേഞ്ച് ചെയ്ത് ഈ രീതിക്കായിട്ട് മാറി. അപ്പൊ ഇത് ഏത് ഇക്വേഷൻ ആയിരുന്നു? ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഡയലക്ട്രിക് ഈ മെറ്റീരിയൽ ഫുള്ള് ഫില്ല് ചെയ്തിരിക്കും. ഓക്കെ, കാര്യം പിടികിട്ടിയോ? ഇനി അടുത്തൊരു ഇക്വേഷൻ ഉണ്ട്. ഇഫ് K is equal to ഇൻഫിനിറ്റി ആൻഡ് തിക്നെസ് is equal to T, K ഇൻഫിനിറ്റി ആയാൽ, അപ്പൊ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതിനകത്ത് Kക്ക് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം അങ്ങ് 0 ആയി പോകും. സോ ദാറ്റ് വി വിൽ ഗെറ്റ് C is equal to എപ്സിലോൺ 0 A divided by D minus T എന്ന് കിട്ടും. ഇനി ഇഫ് K is equal to ഇൻഫിനിറ്റി ഫീൽഡ് ഇൻ ദ എൻറ്റയർ സ്പേസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? എപ്സിലോൺ 0 K by D ആണ്. K ഇൻഫിനിറ്റി ആയാൽ എന്ത് സംഭവിക്കും? കപ്പാസിറ്റൻസും ഇൻഫിനിറ്റി ആവും. ആൻഡ് നെക്സ്റ്റ് ഇക്വേഷൻ, ഇത് ശരിക്കും ഓർത്തിരിക്കണം കേട്ടോ. അതായത് ഒരു JEE ലെവലിലൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇഫ് സ്ലാബ്സ് ഓഫ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് K1, K2, K3, etc. of thickness T1, T2, T3 is placed between the plates, what will be the capacitance of the capacitor? അതായത് ഇതാണ് നമ്മുടെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ്. അതിനകത്ത് പല തിക്നെസ്സിലുള്ള പല വാല്യൂസ് ഓഫ് കപ്പാസിറ്റൻസ് ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിന്റെ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? അപ്പൊ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ T1, ഇത് T2, ഇത് T3, അങ്ങനെ പോവുകയാണെങ്കിൽ ഈ ഇക്വേഷൻ നേരത്തെ എഴുതിയ ജനറൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനകത്ത് ഈ T വരുന്ന സ്ഥാനത്ത് എന്ത് വരും? T1 പ്ലസ് T2 പ്ലസ് T3 എന്ന് വരും. പ്ലസ് T1 by K1 പ്ലസ് T2 by K2 പ്ലസ് T3 by K3 അങ്ങനെ പോകും. ആൻഡ്
നമ്മളിപ്പോൾ ഈ T1 T2 T3 തിക്നെസ് എല്ലാം കൊണ്ട് ഇത് ഫുള്ളി ഫില്ല് ചെയ്യുവാണെങ്കിൽ, അതായത് ഫുള്ളും ഫില്ലാക്കിയെങ്കിൽ എന്തുവരും? ഈ T1 T2 T3 എല്ലാം ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? D കിട്ടും. അപ്പൊ D മൈനസ് D 0 ആവും. അപ്പൊ ആ ടേം അങ്ങ് പോയിട്ട് നമുക്ക് C is equal to ε0 A ഡിവൈഡഡ് ബൈ T1 by K1 പ്ലസ് T2 by K2 പ്ലസ് T3 by K3 എന്ന് കിട്ടും. അങ്ങനെ ഒരു 5-6 ഇക്വേഷൻസ് ഉണ്ട്. ഇത് ഇക്വേഷൻസ് എല്ലാം എഴുതി വെക്കുകയും പഠിക്കുകയും വേണം. കാരണം ഇത് റിലേറ്റ് ചെയ്ത് പ്രോബ്ലംസ്, കപ്പാസിറ്റൻസ് എന്ന പ്രോബ്ലംസ് ഉറപ്പായിട്ടും എക്സാമിനുണ്ടാവും. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു പ്രോബ്ലം ചെയ്യാം. A parallel plate capacitor is charged with certain potential difference. When a 3 mm thick slab is placed between the capacitor plates, then to maintain the same potential difference between the plate separation is to be increased by 2.4 mm. Find the dielectric constant of this slab. So ഇതാണ് നമ്മുടെ parallel plate capacitor and let D be the distance between the plates. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിനെ E0 എന്നും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V0 എന്നും എടുക്കാം. സോ ഇങ്ങനെയുള്ള ഒരു കപ്പാസിറ്റർ പ്ലേറ്റിനകത്ത് ഒരു 3 mm തിക്നെസ് ഉള്ള ഒരു ഡയലക്ട്രിക് പ്ലേറ്റ് വരികയാണ്. ഓക്കെ, ഇതിന്റെ തിക്നെസ് അവർ തന്നിട്ടുണ്ട്, T is equal to 3 mm. സോ അങ്ങനെ ഡയലക്ട്രിക് പ്ലേറ്റ് വരുമ്പോൾ ഈ കപ്പാസിറ്റർ ഫീച്ചേഴ്സ് എല്ലാം മാറി. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആക്കി നിർത്താൻ വേണ്ടി ഈ പ്ലേറ്റ് കുറച്ചുകൂടെ നീക്കി വെക്കാണ്. സോ ദിസ് ഇൻക്രീസ്ഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് 2.4 mm ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. സോ അങ്ങനെയാണെങ്കിൽ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് കാണാനാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇതിങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്കറിയാം V is equal to E into D. സോ നമ്മുടെ ഫസ്റ്റ് കേസിലെ V0 is equal to E0 into D എന്ന് എഴുതാം. സെക്കൻഡ് കേസിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയലക്ട്രിക് വന്നിട്ടുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ആ ഇക്വേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. V is equal to E0 into D minus T plus E0 by K into T. കാരണം ഡയലക്ട്രിക്കിന്റെ എഫക്റ്റൂടെ അവിടെ കയറി വന്നു. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇവിടെ അവർ പറഞ്ഞേക്കുന്നത് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് കുറച്ച് കൂട്ടി എന്നാണ് അവർ പറഞ്ഞത്. സോ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? E0 into D plus D1 minus T പ്ലസ് E0 by K into T എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ തേർഡ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷനെ തേർഡ് ഇക്വേഷന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് E0 D is equal to E0 into D plus D1 minus T plus E0 by K into T എന്ന് എഴുതാം. അപ്പൊ ഈ കേസിൽ E0 എല്ലാം കട്ടായിപ്പോവും. സോ വാട്ട് വി ഗെറ്റ് ഈസ് D is equal to D plus D1 minus T plus T by K എന്ന് വരും. അപ്പൊ നമുക്ക് K കാണേണ്ടുന്നതുകൊണ്ട് ഇതിനെ അവിടെ നിർത്തി ബാക്കി എല്ലാത്തിനെയും നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരാം. സോ വാട്ട് വി ഗെറ്റ് ഇസ് T by K is equal to D minus D minus D1 plus T എന്ന് കിട്ടും. ഓക്കെ, സോ ഡിയും ഡിയും കട്ടായി പോകും. വാട്ട് വി ഗെറ്റ് ഇസ് മൈനസ് D1 പ്ലസ് T എന്ന് കിട്ടും. സോ നമുക്ക് K ആണ് കാണേണ്ടത്. ദറ്റ് ഇസ് K by T is equal to 1 by minus D1 plus T or K is equal to 5. ഡയലക്ട്രിക് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യേണ്ടുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 6 ഇക്വേഷൻസ് അല്ലാതെയുള്ള ഒരു ഇക്വേഷനോടാണ് ഇവിടെ തന്നത്. അപ്പം ഇതും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വെക്കണം കേട്ടോ. ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുമ്പം ഈ ഇക്വേഷൻ ആവശ്യമാണ്. With this lecture, we discussed about parallel plate capacitor, the capacitance of a parallel plate capacitor, and we come across some of the important equations of capacitance of a capacitor. Problem ചെയ്യാൻ ആവശ്യമാണ്, അത് ഓർത്തിരിക്കണം, എഴുതി വെക്കണം. Then we have done one problem related to the topic. Hope you all understood my lecture. For more updates, keep an eye on my educational channel, Lectures by Dr. Seena G. Thank you.